നമസ്കാരം. ഇന്ന് ഇതുവരെയിലേക്ക് ഞാൻ ഉന്മേഷ് ശിവരാമൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുന്നതിന് വേണ്ടി സോനാജറിയും. മലപ്പുറം പൊന്നാനിയിൽ നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞ് അപകടം. വേങ്ങര സ്വദേശികളായ യുവാക്കൾ രക്ഷപ്പെട്ടു. വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് ഉച്ചക്ക് 1:30 സംഭവിച്ച അപകടത്തിന്റെ CCTV ദൃശ്യമാണിത്. പൊന്നാനി കർമ്മ റോഡിനോട് ചാരിയുള്ള അല്ലെങ്കിൽ ചേർന്നുള്ള പുഴയിലേക്കാണ് ഈ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരിക്കുന്നത്. കാറ് പൊന്നാനി കർമ്മ റോഡിലുള്ള വളവിൽ മുൻഭാഗം ഇങ്ങനെ കുത്തനെ ഈ പുഴയിലേക്ക് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. 4 യുവാക്കളാണ്, വേങ്ങര സ്വദേശികളായ 4 യുവാക്കളാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി ഇവരെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ അത്ഭുതകരമായാണ് ഈ അപകടത്തിൽ പരിക്കേൽക്കാതെ ഇവർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ വേലിയേറ്റ സമയമായതിനാൽ പുഴയിൽ വെള്ളം വലിയ രീതിയിൽ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുങ്ങിപ്പോകുന്ന ഒരു അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. പൊന്നാനിൽ നിന്നും സ്വകാര്യ ആവശ്യത്തിനായി പോയ യുവാക്കളാണ് തിരികെ വേങ്ങരയിലേക്ക് മടങ്ങുന്നതിനിടയിൽ കർമ്മ റോഡ് വഴി പോകുമ്പോഴാണ് ഈ കർമ്മ റോഡിൽ വാഹനാപകടം ഉണ്ടാകുന്നത് എന്നതാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. രക്ഷപ്പെട്ട യുവാക്കൾ ഇത് തന്നെയാണ് പറയുന്നത്. ഈ കർമ്മ റോഡിൽ നിയന്ത്രണം വിട്ട കാറാണ് ഇത്തരത്തിൽ പുഴയിലേക്ക് മറിഞ്ഞത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കർമ്മ റോഡ് എന്നാൽ വളരെ നല്ല രീതിയിലുള്ള ഏറ്റവും പുതിയ റോഡാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ കഴിയും. അമിത വേഗതയാണോ ഈ ഒരു അപകടത്തിൽ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്കിലും യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാര്യമായ പരുക്ക് ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ രക്ഷപ്പെട്ടവർ തന്നെ വ്യക്തമാക്കുന്നത്. ഉന്മേഷ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉടൻ സഹായം നൽകുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ്. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസിനാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പ് നൽകിയത്. ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് KV തോമസ് 24നോട് പറഞ്ഞു. വയനാട് വിഷയത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പ്രത്യേക പ്രതിനിധി KV തോമസ്. അദ്ദേഹം ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. പക്ഷേ വയനാടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രം സഹായം നൽകുന്നില്ലെന്നുൾപ്പെടെയുള്ള ചില ഒരു ബുദ്ധിമുട്ട് കേരളം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു മാഷിന്റെ ഒരു കൂടിക്കാഴ്ച. നമുക്ക് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനം ഉടനെ ഉണ്ടാകുമോ കേരളം? ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇത് ധനകാര്യമന്ത്രി വിളിച്ചിട്ടാണ് പോയത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു, ചർച്ച ചെയ്തു. അതിൽ പ്രത്യേകിച്ച് ഈ ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം, വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമയബന്ധിതമായ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ ചോദിച്ചു. എനിക്ക് പറയാമോ പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കേരളത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന് ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്താണെങ്കിലും സഹായം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നമ്മുടെ ഒരു വിശ്വാസം. സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. നമ്മുടെ കയ്യിൽ കിട്ടണമല്ലോ. അപ്പോൾ കയ്യിൽ കിട്ടുന്നതുവരെ നമ്മളിതിൻ്റെ പുറകെ കൂടും. നേരത്തെ തന്നെ ഈ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് നമ്മളും വിവരങ്ങളൊക്കെ തന്നെ കൈമാറിയിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും ധനകാര്യമന്ത്രി പ്രത്യേകിച്ചൊരു ചർച്ചയൊന്നുമുണ്ട്. അവർ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ചിട്ട് സമയബന്ധിതമായി ഞാൻ പറഞ്ഞു നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. 4 മാസം കഴിഞ്ഞു, ജനങ്ങൾ പ്രതീക്ഷയില്ല. അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത ആളുകൾ, വിദ്യാർത്ഥികളും കർഷകരും, അത് ഞാൻ റിസർവ് ബാങ്ക് തന്ന മറുപടി അവർക്ക് കൊടുക്കുകയാണ്. അതുപോലെ നിത്യാനന്തരയുടെ മറുപടിയും അവരെ കാണിച്ചു കൊടുക്കുകയാണ്. ആളുകളുടെ ദുരിതം മാഷ് കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചു. ഞാൻ ആ പേപ്പേഴ്സ് എല്ലാം കാണിച്ചു കൊടുത്തു. നിത്യാനന്തര തന്ന കത്ത് പറഞ്ഞു. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ടീം വന്നു പരിശോധിച്ചു. അത് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിച്ച് നടപടിയെടുക്കുന്ന ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക ബാങ്കുകളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ റിസർവ് ബാങ്ക് ചെയർമാനെ കണ്ട കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഇവർ പാവപ്പെട്ട ആളുകളാണ്, അവർക്ക് തിരിച്ചടക്കാൻ കഴിയത്തില്ല. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടവർ ആ കാര്യത്തിൽ കൂടി തീരുമാനം ഉണ്ടാക്കണം. അതെടുക്കാം, സമയബന്ധിതമായിട്ട് തന്നെ എടുക്കാം. അതായത് ഈ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തരണം. നമ്മൾ പറഞ്ഞ ചോദിച്ചിരിക്കുന്നത് ദുരന്തബാധിത വായ്പ എഴുതി കർഷകരും വിദ്യാർത്ഥികളും അവർക്ക് തിരിച്ചടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബാങ്കുകൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലെന്തായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഒരു സമീപനം? പരിശോധിച്ച് ചെയ്യാം. പോസിറ്റീവായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്താണെങ്കിലും കേന്ദ്രത്തിൽ നിന്നൊരു അനുകൂല നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു നിലപാടനുസരിച്ച് അനുകൂലമായ നിലപാടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് നടക്കുമെന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും കേരളത്തിന്റെ സ്ഥിതിഗതികൾ, വയനാട് നേരിടുന്ന പ്രശ്നങ്ങളടക്കം കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സമയബന്ധിതമായി മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്നൊരു ഉറപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത VG 24.
പള്ളിത്തർക്ക കേസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. കോടതിയലക്ഷ്യ കേസിൽ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സുപ്രീം കോടതി ഇളവ് നൽകി. ഈ മാസം 29-ന് ഹാജരാകണം എന്ന ഉത്തരവിലാണ് ഇളവ്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട നിലവിലൊരു ഇടക്കാല ആശ്വാസം സർക്കാരിന് ലഭിച്ചിരിക്കുന്നു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കോടതിയലക്ഷ്യ കേസിൽ ഹൈക്കോടതി ഉദ്യോഗസ്ഥരോട്, സർക്കാർ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ആ ഒരു കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ ഒരു ഇളവ് ലഭിച്ചിരിക്കുകയാണ്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നത് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കി. ഒപ്പം തന്നെ കേസ് അടുത്ത ഡിസംബർ 3-ന് പരിഗണിക്കുമ്പോൾ ഇതിൽ വിശദമായ വാദം കേൾക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ 2017-ലെ സുപ്രീം കോടതി വിധി അത് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ, ആ നടപടിക്രമങ്ങൾ വിശദീകരിച്ച സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കുവാനും ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത തവണ പരിഗണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളായിരിക്കും കോടതി പരിശോധിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഴയ നിലവിൽ മുൻകാലത്തുണ്ടായിരുന്ന ആ കേസ് അതൊരിക്കലും പുനഃപരിശോധിക്കില്ല. മറിച്ച് പള്ളികൾ സർക്കാർ ഏറ്റെടുക്കുന്നതുമായി സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുമെന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പള്ളികൾ, തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ ഒരു സാവകാശം തേടിയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിൽ ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹർജിക്കെതിരെ തടസ്സ ഹർജിയും നിലവിൽ ഓർത്തഡോക്സ് സഭ നൽകിയിട്ടുണ്ട്. എന്തായാലും ഡിസംബർ 3-ന് ഈ ഹർജിയിൽ വിശദമായ വാദം സുപ്രീം കോടതി കേൾക്കും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. കളമശ്ശേരിയിലെ JC എബ്രഹാം കൊലപാതക കേസിൽ പ്രതികൾ ഗൂഢാലോചന നടത്തിയത് 1.5 മാസം മുൻപെന്ന് പോലീസ്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. JC എബ്രഹാമിന്റെ സുഹൃത്ത് ഗിരീഷ് കുമാറും സഹായി ഖദീജയുമാണ് കേസിൽ പിടിയിലായത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഒരാഴ്ചക്കാലമായി പോലീസ് ഗിരീഷ് ബാബുവിനെ തപ്പി അന്വേഷണത്തിലായിരുന്നു. പ്രധാനമായും കൊച്ചിക്ക് പുറത്തും ഈ അന്വേഷണം നീണ്ടിരുന്നു. ഏതാണ്ട് 1.5 മാസം മുൻപാണ് ഗിരീഷും അതോടൊപ്പം തന്നെ ഖദീജയും JC എബ്രഹാമിനെ കൊലപ്പെടുത്താനായി ആസൂത്രണം നടത്തിയത്. പണത്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. സ്ഥലത്ത് നേരത്തെ ഗിരീഷ് ബാബു എത്തി പരിശോധന അടക്കം നടത്തിയിരുന്നു. വളരെ ആസൂത്രിതമായ കൊലപാതകമാണ്. അതും ഈ ഗിരീഷ് ബാബുവിന്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ഈ പണത്തിന് വേണ്ടി ഈ കൊലപാതകം നടത്തിയത്. ഡംബിൾ ഉപയോഗിച്ച് ഇടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയുമായി മരിച്ച സ്ത്രീക്ക് നേരത്തെ മുൻ പരിചയമുണ്ട്. എന്തായാലും പ്രതിയിലേക്ക് പോലീസ് എത്തിയത് സമീപത്തെ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു. അതോടൊപ്പം തന്നെ ഫ്ളാറ്റിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം, മാലയും എല്ലാം തന്നെ പോലീസ് പല സ്ഥലങ്ങളിലായി ശേഖരിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. പ്രതി ഗിരീഷ് ബാബു നേരത്തെ ഈ സ്ത്രീയുമായുള്ള സാമ്പത്തിക ഇടപാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഇവർ തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ തർക്കമാണോ അല്ലെങ്കിൽ പണമിടപാടോ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമാവുകയുള്ളൂ. എന്തായാലും ഈ പോലീസ് ശേഖരിച്ച CDR-ൽ നിന്നാണ് ഈ പ്രതിയിലേക്ക് ആദ്യം എത്തിയത്. അതിനുശേഷമാണ് വിശദമായ അന്വേഷണം നടത്തി പോലീസ് ഇപ്പോൾ 2 പ്രതികളെയും പിടികൂടിയിരിക്കുന്നത്. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നിതുവരെയിലേക്ക് തിരികെ. വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിൽ ഗോത്രവിഭാഗത്തിന്റെ കുത്തിയിരിപ്പ് സമരം. വേണ്ടത്ര ക്രമീകരണങ്ങൾ ഇല്ലാതെ വനംവകുപ്പ് കുടിലുകൾ പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധം. T. സിദ്ദിഖ് MLA വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നിലവിൽ ചർച്ച നടത്തുകയാണ്. 10-16 കൊല്ലമായിട്ട് താമസിക്കുന്ന വീട്ടിൽ അവർക്ക് വേറെ ഒരു വീടോ വേറെ താമസിക്കാനുള്ളൊരു സൗകര്യമോ നൽകാതെ ആ വീട്ടിൽ നിന്ന് ഗർഭിണിയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ തെരുവിലേക്ക് വലിച്ചെറിയാൻ. ആ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരമായ നടപടിയാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ ട്രൈബൽ ഡെവലപ്മെൻറ്റിൻ്റെ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന OR കൊലുവിൻ്റെ നിയോജകമണ്ഡലത്തിലാണ്. ഇത് പഞ്ചായത്തിലാണ്, നിയോജകമണ്ഡലത്തിലാണ്. ഇത് ചെയ്തിരിക്കുന്നത് വയനാടിൻ്റെ ചുമതലയുള്ളതായ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണോ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം? അത് വലിച്ചു വരെ പറിച്ചിട്ടില്ല. കത്തി കൊണ്ട് കൊത്തി മുറിച്ച്, തൂണൊക്കെ കൊത്തി മുറിച്ചിട്ട് എൻ്റെ തല കൂടി അവരിട്ടത്. വീടിൻ്റെ പട്ടികയെല്ലാം വെട്ടിമുറിച്ച്. ഇന്നലെ എൻ്റെ മോനെ പുറത്തെടുത്ത് നിൽക്കുന്നതാണ്. അതിന് കുളിച്ചിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ. ആ വെള്ളമൊക്കെ എടുത്ത് മറിച്ച്, രാത്രിത്തെ ചോറുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മറിച്ച് കളഞ്ഞിട്ട് പാത്രമൊക്കെ വാരി വലിച്ചെറിഞ്ഞ് എൻ്റെ പിള്ളേരെ ബുക്കൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കാണാം. ആ ഷെഡിൻ്റെ ചുറ്റും വാരി എറിഞ്ഞിട്ടുണ്ട്. മിഥില ബാലനോട് ഇപ്പോൾ വിവരങ്ങളുമായി ഈ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന്. മിഥില, ഈ വനംവകുപ്പ് ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? മിഥില.
വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ വനംവകുപ്പ് നടപടിക്കെതിരെ തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിൽ ഉണ്ടാകുന്നത്. മുന്നറിയിപ്പില്ലാതെ ഗോത്രവിഭാഗത്തിന്റെ കുടിലുകൾ പൊളിച്ച് മാറ്റിയതിലാണ് പ്രതിഷേധം. ടി സിദ്ദിഖ് MLA നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തങ്ങളുടെ കുടിലുകൾ പൊളിച്ചു നീക്കിയതിൽ പ്രതിഷേധവുമായി ഗോത്ര വിഭാഗ ജനത അവിടെ തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം. മിഥില ബാലൻ ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, ഇക്കാര്യത്തിൽ വനംവകുപ്പ് നൽകുന്ന വിശദീകരണം എന്താണ് മിഥില? ഉന്മേഷ്, ഇന്നലെ രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ രാവിലെ 7:30യോടെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ക്രമീകരണങ്ങളൊന്നും ഒരുക്കാതെ ഈ കുടുംബങ്ങളുടെ കുടിൽ ഇവിടെ നിന്നും പൊളിച്ചു മാറ്റുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഇത് പൊളിച്ചു മാറ്റി. ഇവർ ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു ഈ കുടിലെല്ലാം പൊളിച്ചു മാറ്റിയത്. പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ഇവരുടെ കൂടെയുണ്ട്, ഗർഭിണിയുണ്ട്. ഇങ്ങനെ 3 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബദൽ സംവിധാനം ഒരുക്കാതെ ഈ കുടിലുകൾ പൊളിച്ചു മാറ്റുന്നു. രാത്രി മുഴുവൻ സമയവും ഈ കുടിൽ പൊളിച്ച സ്ഥലത്ത് ഈ കുടുംബങ്ങൾക്ക് താമസിക്കേണ്ടി വന്നു. നമ്മളിപ്പോൾ നേരത്തെ കേട്ടതാണ് ആ ഒരു സ്ത്രീയുടെ വാക്കുകൾ. കാട്ടാന ഉൾപ്പെടെ സ്ഥിരം പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്രയും പേടിക്കേണ്ട ഒരു സ്ഥലത്താണ് ഇവർ രാത്രി യാതൊരു സുരക്ഷയുമില്ലാതെ കഴിഞ്ഞത്. ഇന്ന് രാവിലെ അവർ വനംവകുപ്പ് ഓഫീസിലെത്തുന്നു. ഇതിന് നടപടി വേണം, അല്ലെങ്കിൽ പരിഹാരം വേണം എന്നാവശ്യപ്പെടുന്നു. ബദൽ സംവിധാനം ഒരുക്കാമെന്ന് പറയുകയല്ലാതെ ഇതുവരെ യാതൊരു തരത്തിലുള്ള ബദൽ സംവിധാനവും ഒരുക്കിയിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ടി സിദ്ദിഖ് MLA വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനെത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ക്രൂരമായ ഒരു നടപടി, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് ഉണ്ടായത്. വനംവകുപ്പോ സർക്കാരോ ഇതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ ചേർന്ന് ഇവർക്ക് കുടിൽ കെട്ടിക്കൊടുക്കും. ഒരു തരത്തിൽ പോലും ഇവരെ ഇത്തരത്തിൽ ഈ ഒരു പുറത്തേക്ക്, അതായത് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ MLA പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു നടപടിയുമായി MLA മുന്നോട്ട് പോവുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ വനംവകുപ്പ് ഓഫീസിന് മുന്നിലുണ്ട്. കോൺഗ്രസിന്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് BJPയുടെ പ്രതിഷേധമുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി സംഘടനകളെല്ലാം തന്നെ ഈ പ്രതിഷേധം ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ഉന്മേഷ് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവർക്ക് മറ്റൊരു സ്ഥലത്ത് ഒരു കുടിൽ അല്ലെങ്കിൽ മറ്റൊരു താമസ സൗകര്യം ഒരുക്കി കൊടുക്കും. അത് ഇന്ന് തന്നെ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ നടത്തും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ഉന്മേഷ്, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. IPL മെഗാ താരലേലം തുടരുന്നു. IPL താരലേലത്തിൽ കാശുവാരി ഇന്ത്യൻ പേസർമാർ 10.75 കോടിക്ക് ഭുവനേശ്വർ കുമാറിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സ്വന്തമാക്കി. ദീപക് ചഹാറിനെ 9.25 കോടിക്ക് മുംബൈയും 8 കോടിക്ക് മുകേഷ് കുമാറിനെയും ഡൽഹിയും ആകാശ് ദീപിനെ ലക്നൌവും സ്വന്തമാക്കി. കെൻ വില്യംസണും അജിങ്ക്യ രഹാനെയ്ക്കും ആദ്യഘട്ടത്തിൽ ആവശ്യക്കാരില്ല. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ്. അനിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് ബൗളർമാർ കാശുവാരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ ഏറ്റവും വലിയ തുക നേടിയത് ഭുവനേശ്വർ കുമാറാണ്. 10.75 കോടി രൂപയ്ക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഭുവനേശ്വർ കുമാറിനെ സ്വന്തമാക്കിയത്. 2 തവണ പർപ്പിൾ ക്യാപ്പ് ഒക്കെ നേടിയിട്ടുള്ള IPL ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ബൗളർമാരിൽ ഒരാളാണ് ഭുവനേശ്വർ കുമാർ. അദ്ദേഹം SRH വിട്ടുകൊണ്ടാണ് ഇത്തവണ ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ദീപക് ചഹാറിനെ മുംബൈ ഇന്ത്യൻസ് 9.25 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. ദീപക് ചഹാർ വന്നതോടുകൂടി മുംബൈയുടെ ബൗളിംഗ് നിര കൂടുതൽ സ്ട്രോങ് ആവുന്ന കാഴ്ചയാണ് കണ്ടത്. ജസ്പ്രീത് ബുംറയും ഒപ്പം തന്നെ ട്രെന്റ് ബോൾട്ടും ഉണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ ദീപക് ചഹാറിനെ കൂടി ടീമിൽ എത്തിച്ചിരിക്കുന്നത്. മുകേഷ് കുമാറിനെ ഡൽഹി ക്യാപിറ്റൽസ് 8 കോടി രൂപയ്ക്ക് എത്തിച്ചപ്പോൾ അതേ തുകയ്ക്ക് ലക്നൗ ഇന്ത്യൻ പേസറായിട്ടുള്ള ആകാശ് ദീപിനെയും സ്വന്തമാക്കി. കൃണാൽ പാണ്ഡ്യ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലേക്കും പോകുന്നത് കണ്ടു. വാഷിംഗ്ടൺ സുന്ദറിനടക്കം വലിയ തുക കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ താരങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ ബിഡിംഗ് നടക്കുന്നത്. ഇതിൻ്റെ പിന്നാലെ തന്നെ ധാരാളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ പ്രമുഖരായ പല താരങ്ങളും അൺസോൾഡ് ആവുന്നതും കണ്ടു. കെയ്ൻ വില്യംസൺ ന്യൂസിലാൻഡിന്റെ മുൻ നായകൻ അൺസോൾഡായി. ഒപ്പം തന്നെ ഷാർദുൽ താക്കൂർ ആണ് ഇന്ത്യൻ നിരയിൽ ഒരു അൺസോൾഡ് ആയിട്ടുള്ള ഒരു താരം. അത് ഒരു തരത്തിൽ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ തവണത്തേതിനുള്ള താരലേലത്തിലൊക്കെ തന്നെ വലിയ തുക ലഭിച്ച ആളാണ് ഷാർദുൽ താക്കൂർ. പക്ഷേ അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ ആവശ്യക്കാരില്ല. 2 കോടി രൂപയായിരുന്നു അടിസ്ഥാന വില ഉണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇന്ന് തന്നെ താരലേലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ താരങ്ങൾക്കൊക്കെ തന്നെ ആവശ്യക്കാർ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 18ാം IPL സീസണിന് മുന്നോടിയായി ടീമുകളെ ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് ടീമുകളൊക്കെ തന്നെ. ഏതാണ്ട് മിക്ക ടീമുകൾക്ക് അവർക്ക് ആവശ്യമായ പ്ലെയേഴ്സിനെ കിട്ടി. ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പഞ്ചാബും SRH പോലുള്ള ടീമുകളാണ്. പക്ഷേ ഈ കളത്തിലെ ഈ കടലാസിലെ പെരുമ കളത്തിൽ കാണിക്കാനാവുമോ എന്നുള്ളത് ഇനി സീസൺ വരുമ്പോഴാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. BJP നേതാവ് V മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. നടന്നു
ഈ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ സന്ദേശം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര, ആ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ ജനവിധി, ആ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് നൽകിയ തിരിച്ചടിയാണ്. 2019 BJP ശിവസേന സഖ്യമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ആ BJP ശിവസേന സഖ്യത്തിൽ നിന്ന് ശിവസേനയെ അടർത്തിയെടുത്ത് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളിക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി BJPയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ NCPയും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, കേരളത്തിലെ 3 തെരഞ്ഞെടുപ്പ് പോലും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആകെ ചർച്ച ചെയ്യേണ്ടത് പാലക്കാടാണ്. ചേലക്കര ചർച്ച ചെയ്യുന്നില്ല, വയനാട് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ ചേലക്കരയിൽ വളരെ കൂടുതൽ വോട്ട് കുറഞ്ഞ വേറെ ആൾക്കാരുണ്ട്. അവർക്ക് വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും വേഗലാപത്തില്ല. അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കേരളത്തിൽ BJP വളരണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം, ആ താല്പര്യമാണ് നിങ്ങളെ ഇതുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സന്തോഷം. ആ ചർച്ച ചെയ്തോളൂ. ജനങ്ങളെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി BJPയെ വളരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പിന്തുണ തുടർന്നും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൃഷ്ണകുമാറിനെയും അതോടൊപ്പം കൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരനും അതോടൊപ്പം തന്നെ N ശിവരാജനും രംഗത്ത് വന്നിരുന്നു. അവർ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥിക്കുള്ളിലായിരുന്നു എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഈ തോറ്റതിന്റെ ഈ പ്രശ്നം ഇനി ഞങ്ങളുടെ തലയിൽ വെക്കണ്ട എന്നാണ് അവർ. അതായത് ഒരു കാര്യം, നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചിട്ടാണ് അവരെന്ത് ഉത്തരമാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ഉത്തരം പറയിപ്പിക്കാൻ. അതുകൊണ്ട് അതല്ല, ഞാനത് പൂർത്തിയാക്കട്ടെ. ഞാനത് പൂർത്തിയാക്കണമല്ലോ. കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം പോലെ എനിക്ക് മറുപടി പറയാനുള്ളൊരു അവകാശമില്ലേ. കാരണം ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാതെ ആളുകൾ പറയുന്നതിനെ ഒരു വാക്ക് അടർത്തിയെടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ പല ആളുകളും. മാധ്യമങ്ങളിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പല ആളുകൾ. കാരണം BJPയോട് നിങ്ങളുടെ പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട്, അതുകൊണ്ട് BJPയോട് പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ട് നിങ്ങളത് പ്രത്യേകം അടർത്തിയെടുത്തി വ്യാഖ്യാനിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ BJPയുടെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടും 10-40 കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും. ഇത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രം മാധ്യമങ്ങളോട് ചർച്ച ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ ഇത് എന്നാ പിന്നെ അമ്മയെ തല്ലുന്നത് നിർത്തി എന്നുള്ളത് പോലത്തെ ചോദ്യമാണ്. എന്ന് പറഞ്ഞാല് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അല്ല, അതുകൊണ്ട് വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി 100 ന്യൂസിലേക്ക് ഗൂഗിൾ റിവ്യൂ എത്തും. നമസ്കാരം.